ഹായ് ഹലോ നമസ്കാരം. പൊളിഞ്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ പുതിയൊരാളും കൂടിയുണ്ട്. എൻ്റെ അനിയത്തിയാണ്, ഡോക്ടറാണ് അവള്. അപ്പോൾ അവള് ഡോക്ടർ ദശമി. അവള് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ദശമി. ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ചാനലിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഡിപ്രഷൻ എന്നൊരു ടോപ്പിക്കാണ്. നിങ്ങളോട് പലരും ചിലപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ പലരും നിങ്ങളുടെ കാഷ്വൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിടയിൽ ചിലപ്പോൾ പലരും സംസാരിക്കുമ്പോൾ പറയാറുണ്ടായിരിക്കാം, എനിക്ക് ഡിപ്രഷൻ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവൻ ഡിപ്രസ്ഡ് ആണ്, അവൾ ഡിപ്രസ്ഡ് ആണ്. വളരെ കോമൺ ആയിട്ട് പലരും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഡിപ്രഷൻ. പക്ഷെ അത്രയും ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു അസുഖം അല്ലെങ്കിൽ ഒരു അവസ്ഥ അല്ല ഡിപ്രഷൻ എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഡിപ്രഷനെ കുറിച്ച് ഇന്നത്തെ ഈ ഒരു സംസാരത്തിലൂടെ നമ്മൾക്കിടയിലുള്ള പലരുടെയും പല സംശയങ്ങളും ഉണ്ടായിരിക്കാം. ഡിപ്രഷനെ കുറിച്ച്, ഡിപ്രഷൻ എങ്ങനെയാണ്, എന്താണ്, അത് വെറും ഒരു സങ്കടം മാത്രമാണോ എന്ന്, അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിൽ അയാൾക്ക് ചെറിയ ഒരു വിഷമം വരുമ്പോൾ എന്തെങ്കിലും ഡിപ്രഷൻ അടിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന തരത്തിൽ അത് ഒരു ചെറിയ വിഷയമാണോ എന്ന് ഈ ഒരു സംസാരത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കോൺവെർസേഷനിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഡിപ്രഷൻ എന്ന് വെച്ചാൽ അത് വിഷാദ രോഗം, മലയാളത്തിൽ അതിനെ നമ്മൾ വിഷാദ രോഗം എന്നാണ് പറയുക. ഒരിക്കലും ഒരു മനുഷ്യനും ചെറിയ കാര്യങ്ങളിൽ ഡിപ്രസ്ഡ് ആവില്ല. അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനൊക്കെ ആർക്കാണ് ഡിപ്രഷൻ വരുന്നത്, അല്ലെങ്കിൽ അത് ഇന്ന ആളുകൾക്കേ വരൂ എന്ന ചില മിഥ്യാധാരണകൾ പണ്ട് തൊട്ടേ നമ്മുടെ ഇടയിൽ നിലനിന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഡിപ്രഷൻ ഒരിക്കലും ഒരാൾക്കും പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു ചെറിയൊരു നേരിയ ഇടവേളയിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഒരുപാട് നാളുകളായി ഒരു പ്രശ്നം ഒരു മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ വിഷാദ രോഗത്തിന് അടിമയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിക്കും ഡിപ്രഷൻ എന്ന് പറയുന്നത് വെറും ഒരു സങ്കടമോ ദുഃഖമോ അല്ല. അതൊരു അവസ്ഥയാണ്, അതൊരു രോഗാവസ്ഥയാണ്. ആ അവസ്ഥയ്ക്ക് ചികിത്സ വളരെയധികം അത്യാവശ്യമാണ്. പലരും ഇപ്പോൾ ഈ അടുത്ത് തന്നെ നടന്ന ഒരു സംഭവമാണ്, ഒരു പ്രമുഖ സിനിമാ താരം എനിക്ക് ഡിപ്രഷൻ ആണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിന് താഴെ വന്ന ചില കമന്റുകൾ, അതായത് നിങ്ങൾ പണക്കാരായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വിഷാദ രോഗം വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പോയി കുറച്ച് പറമ്പ് കിളച്ചാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി എടുത്താൽ മതി, അപ്പോൾ ഡിപ്രഷൻ ഒന്നും ഉണ്ടാവില്ല, നല്ലോണം ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി, അപ്പോൾ ഡിപ്രഷൻ ഉണ്ടാവില്ല. വളരെ ലാഘവത്തോടെ പറയുന്ന ഈ ചെറിയ കാര്യങ്ങൾ പോലും ആ ഒരു വ്യക്തിയെ എത്രത്തോളം വേദനിപ്പിക്കുന്നു എന്ന് പലരും ചിന്തിക്കുന്നില്ല. ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന ഏതൊരു അസുഖം പോലെയും ചികിത്സ വേണ്ടുന്ന ഒന്ന് തന്നെയാണ്. മേജർ ഡിപ്രസീവ് ഡിസോർഡർ അഥവാ ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗാവസ്ഥ, അത് ഒരാളിൽ ഉണ്ടാവാൻ പല കാരണങ്ങളും ഉണ്ട്. ഒന്നുകിൽ അയാളുടെ കുടുംബപരമായിട്ട് അയാളുടെ കുടുംബത്തിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒക്കെ ഡിപ്രഷൻ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അയാളുടെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അയാൾ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന, അല്ലെങ്കിൽ അയാൾ ഏറ്റവും അധികം വിശ്വസിച്ചിരുന്ന ഒരാൾ നഷ്ടപ്പെട്ടു പോയി. അതുമല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ അയാൾ ഏറ്റവും അധികം വിശ്വസിച്ച ഒരാൾ അയാളെ പറ്റിച്ചിട്ട് പോയി. അപ്പൊ അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസിലാണ് പലർക്കും ഡിപ്രഷൻ വരാൻ സാധ്യതയുള്ളത്. ഇങ്ങനെ ഉള്ള ഡിപ്രഷൻ അതിപ്പം നമ്മൾ എങ്ങനെ തിരിച്ചറിയും, നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതായത് ഡിപ്രഷന് നമ്മുടെ ഈ സൈക്കാട്രിയിൽ തന്നെ പല അസുഖങ്ങൾക്കും അവർ വേർതിരിച്ചിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഇപ്പം ഒരാൾക്കിപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നൊരു അസുഖം ഉണ്ടെന്ന് വിചാരിച്ചു, അതായത് വാദത്തിന്റെ പ്രശ്നം.
ഈ വാദത്തിന്റെ പ്രശ്നം അയാൾക്ക് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ് എന്ന് പറയണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ചില പോയിന്റുകൾ അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ചില ലക്ഷണങ്ങൾ ആ രോഗിയിൽ കാണിക്കണം. അതുപോലെ തന്നെ ഒരാൾക്ക് ഡിപ്രഷൻ ആണ് എന്ന് പറയണമെങ്കിൽ അതിന് തക്കതായ ചില ലക്ഷണങ്ങൾ ആ രോഗിയിൽ ഉണ്ടാവണം. ഈ ലക്ഷണങ്ങളുടെ ഒരു ലിസ്റ്റ് എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ് DSM എന്ന് പറയുന്ന സൈക്കാട്രിയിലുള്ള ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ ഒരു ബുക്ക്. നിങ്ങൾക്ക് അത് ഗൂഗിളിൽ റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ DSM-5 ആണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ DSM-5 പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഒരു പേഴ്സൺ അയാൾക്ക് ഡിപ്രഷൻ എന്തുകൊണ്ട് സംഭവിക്കുന്നു, അയാൾക്ക് ഡിപ്രഷൻ എങ്ങനെ അത് ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ആ ഒരു ഘടകം നമുക്കിവിടെ ഒന്ന് ചർച്ച ചെയ്യാം. ഡിപ്രഷൻ വരുന്ന ഒരു വ്യക്തി അയാൾക്ക് എന്തുകൊണ്ടാണ് ഈ ഡിപ്രഷൻ എന്നതിനെ കുറിച്ച് ചിലപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഒരു കാരണവും ഇല്ലാതെ തന്നെ ഒരാൾ പെട്ടെന്ന് മൂഡ് ഔട്ടായി പോവാം, അല്ലെങ്കിൽ അയാൾ വളരെയധികം സങ്കടപ്പെട്ട് നടക്കാം. അയാളുടെ ദിവസേനയുള്ള അയാളുടെ ജോലി, അയാൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതിൽ അയാൾക്ക് ശ്രദ്ധയില്ലാതിരിക്കാം. ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരിക്കലും മാനസികമായിട്ടുള്ള പ്രശ്നം മാത്രമായിരിക്കില്ല, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇയാൾ അനുഭവിക്കും. പെട്ടെന്നുള്ള മെലിയല്, അതായത് തടിച്ച് നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരാള് പെട്ടെന്ന് മെലിയ, ആ ഒരു ലക്ഷണം മറ്റു പല രോഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും അതോടൊപ്പം നമ്മൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാണപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി വിഷാദ രോഗത്തിന് അടിമയാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വിഷാദ രോഗത്തിൽ പെട്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതിരിക്കുക, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ, എപ്പോഴും ക്ഷീണം, ഒന്നിനോടും താല്പര്യമില്ല, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് വിഷാദ രോഗത്തിന്റെ ഒരു ലക്ഷണമായിട്ട് കണക്കാക്കപ്പെടും. ഇത്തരത്തിൽ ഉള്ള ഈ ഒരു വിഷാദ രോഗം അല്ലെങ്കിൽ ഈ ഒരു രോഗാവസ്ഥ ഇത് ഏത് തരത്തിൽ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും? പലരും പറയാറുണ്ട്, ഒരു വിഷമല്ലേ, വെറുതെ കുറെ നേരം ഇരുന്ന് കരഞ്ഞാൽ മതി, അതങ്ങ് തീർന്നോളും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായി നമ്മൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഒരു അസുഖമാണോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ മരണം വരെ സംഭവിക്കാവുന്ന അല്ലെങ്കിൽ ഒരു ആത്മഹത്യയോളം വരെ ചിന്തകൾ വരാവുന്ന ഒരു തരത്തിലുള്ള അപകടകരമായിട്ടുള്ള ഒരു രോഗം തന്നെയാണ് ഡിപ്രഷൻ. അതായത് സൂയിസൈഡൽ ടെൻഡൻസി, സൂയിസൈഡൽ അറ്റംപ്റ്റുകൾ നടത്തുക. അത് ഒന്നുകിൽ പ്ലാനോടെ ആവാം, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഇല്ലാതെയും ആവാം. പെട്ടെന്നൊരു ദിവസം ഒരാൾക്ക് തോന്നുകയാണ്, ഞാൻ ഒന്നുമല്ല, എനിക്ക് ജീവിക്കണ്ട, ഞാൻ ജീവിച്ചിട്ടൊരു കാര്യമില്ല, എനിക്ക് മരണമാണ് നല്ലത് എന്നൊരാൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതും ഈ ഡിപ്രഷന്റെ ലക്ഷണങ്ങളിൽ പെട്ട ഒന്നാണ്. അപ്പോൾ എനിക്ക് ഉറക്കമില്ല, അപ്പൊ എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് മരിക്കാൻ തോന്നുന്നുണ്ട്, അപ്പൊ എനിക്ക് ഡിപ്രഷനാണ്, ഞാൻ മെലിഞ്ഞു, അപ്പൊ എനിക്ക് ഡിപ്രഷനാണ്. അങ്ങനെയല്ല. ഈ എല്ലാ ലക്ഷണങ്ങളും ഒരേപോലെ ഒരാളിൽ 2 വർഷത്തിന് മേലെയോ അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ടോ ഒരാളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരാളെ നമുക്ക് ഡിപ്രഷനിൽ ഉള്ള ഒരാളാണ് എന്ന് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചുറ്റുപാടുകളിൽ നമുക്ക് പലരെയും കാണാൻ സാധിക്കും. വളരെയധികം ചിരിച്ചു കളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി, അയാൾ ഒരിക്കലും ഡിപ്രസ്ഡ് ആവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ ചിലപ്പോൾ ഡിപ്രസ്ഡ് ആണോ എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. ഡിപ്രഷനിലിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും അയാൾ എല്ലാ പ്രാവശ്യവും സങ്കടപ്പെട്ട് ദുഃഖിതനായി ശോകപ്പാട്ടും പാടി നടക്കുന്ന ഒരാളാവണമെന്നില്ല. അതാണ് ഈ ഒരു കളിപ്പിക്കുന്ന ഒരു തരം രോഗാവസ്ഥ കൂടിയാണിത്. പുറമേ ചിലപ്പോൾ എല്ലാവരോടും ചിരിച്ചു കളിച്ച് വളരെയധികം സന്തോഷത്തോടെ സംസാരിച്ച് പലരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊടുത്ത് പലരോടും വളരെ നല്ല രീതിയിൽ സംസാരിച്ച് പോസിറ്റിവിറ്റി പടർത്തുന്ന ആളുകൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ പെട്ടെന്നൊരു ദിവസം ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നില്ലേ? എന്താണ് അവർക്ക് സംഭവിച്ചത്? പിന്നീടാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. അതെ, അവർക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു, അവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു,
അവർ പുറമേ ചിരിച്ചു കളിച്ച് നടക്കുവാണെങ്കിലും ഉള്ളിൽ ഒരുപാട് വേദനകൾ കൊണ്ട് നടക്കുന്ന ആൾക്കാരായിരുന്നു. അതിന് കാരണം ഈ ഒരു അസുഖം എപ്പോഴും സങ്കടത്തോടെയും വിഷമത്തോടെയും നടക്കുന്ന ഒരാൾക്ക് മാത്രമാണ് വരിക. അല്ലെങ്കിൽ അയാളുടെ രോഗാവസ്ഥ ഇതാണ്, എന്തുകൊണ്ടാ കാരണം അയാൾ സങ്കടപ്പെട്ട് നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് നമുക്കിടയിൽ നടക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഞാൻ പോവാണ് എന്നൊരു കത്തും എഴുതി വെച്ചിട്ട് പോകുന്നത് നമ്മൾ കാണുന്നില്ലേ? അതിന് പിന്നിലെ രഹസ്യം ഇതാണ്. പെട്ടെന്നുണ്ടാകുന്ന ഇമ്പൾസിൽ പലതും തോന്നിപ്പോവുക. കുറെ നാളുകളായി മനസ്സിൽ അടക്കി പിടിച്ച വിഷമം ഒരു നിമിഷം കൈവിട്ടു പോയി അവർ മരണത്തിന് കീഴ്പ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഡിപ്രഷൻ ഉള്ള രോഗികളോട് നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം? ഒരുപാട് ചികിത്സാ മാർഗങ്ങൾ ഇന്ന് നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം സമൂഹം തന്നെയാണ്. ഒരു സൈക്കാട്രി എന്നൊരു ബോർഡ് എഴുതിയൊരു സ്ഥലത്തോട്ട് ഒരാൾ കയറിപ്പോയാൽ അവന് ഭ്രാന്താണ് എന്ന് പറയുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റും ജീവിക്കുന്നത്. ഇത് ശരിയാണെന്ന് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമല്ല. ഒരു രോഗാവസ്ഥ ഏതൊരു രോഗത്തെ പോലെയാണ് മാനസികമായിട്ടുള്ള രോഗങ്ങളെ നമ്മൾ കണക്കാക്കേണ്ടത്. ഒരിക്കലും മാനസികമായിട്ടുള്ള ഒരു രോഗം ഒരാളുടെയും തെറ്റല്ല, ഒരാളുടെയും അയാളുടെ കുറ്റമല്ല. അയാൾ ചെയ്ത ഒരു കാര്യം ഒന്നും അല്ല, അത് സംഭവിച്ചു പോകുന്നതാണ്, അങ്ങനെ ആയി പോകുന്നതാണ്. ഡിപ്രഷൻ മാത്രമല്ല, ഏതൊരു തരത്തിലുള്ള ഒരു അസുഖമാണെങ്കിലും ആ ഒരു അസുഖത്തെ കുറച്ച് കാണുന്നത് എപ്പോഴും മാനസികമായിട്ടുള്ള രോഗങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഏതൊരു മാനസിക രോഗത്തിനും ഒരാൾ ചികിത്സ തേടാൻ പോലും മടിക്കുന്നത് സമൂഹത്തിന്റെ ഈ ഒരു കാഴ്ചപ്പാട് ഉള്ളതുകൊണ്ടാണ്. ശരിയല്ലേ? അതായത് സമൂഹം പലപ്പോഴും അത്തരത്തിലുള്ള രോഗം ഉള്ളവരെ കാണുന്നത് തന്നെ മറ്റൊരു രീതിയിലാണ്. മമ്മൂട്ടി പണ്ട് അഭിനയിച്ച തനിയാവർത്തനം എന്നൊരു സിനിമയുണ്ട്. അതിൽ മമ്മൂട്ടിയുടെ ആ ഒരു കഥാപാത്രത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അയാൾ രോഗിയാക്കപ്പെടുകയാണ്, സമൂഹം അയാളെ രോഗി ആക്കുകയാണ്. അവിടെ അയാളുടെ ഭാഗത്തു നിന്നും പൂർണ്ണമായിട്ട് ഒരു തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അയാൾ താൻ രോഗിയല്ല എന്ന് അലറി വിളിച്ചു പറയുമ്പോഴും അയാളുടെ ചില ചെയ്തികൾ പലർക്കും അയാൾ രോഗിയാണ് എന്ന് തോന്നപ്പെടുകയാണ്. അതായത് ഒരാളുടെ വാക്കില് അവന് ഭ്രാന്താണ് അല്ലെങ്കിൽ അവൻ എന്തോ കുഴപ്പമുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ അയാൾ ചെയ്യുന്ന എല്ലാം അങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലരും ഡിപ്രഷൻ വന്ന പലരും അല്ലെങ്കിൽ എനിക്ക് ചികിത്സ വേണം, എനിക്കിത് ഒറ്റയ്ക്ക് നിയന്ത്രിക്കാനാവുന്നതല്ല എന്ന് മനസ്സിലാക്കി ചികിത്സയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും സമൂഹം അനുവദിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഡിപ്രഷൻ എന്ന അല്ലെങ്കിൽ വിഷാദ രോഗം എന്നറിയപ്പെടുന്ന ഈ ഒരു അസുഖത്തിന് ചികിത്സ നിർബന്ധമായിട്ടും വേണം. അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും പരിചയത്തിനുണ്ടെങ്കിൽ അവർക്കൊരു ധൈര്യം നൽകി, അവർക്കൊരു താങ്ങായി, അവർക്കൊരു കൈ പിടിച്ച് അവരെ ചികിത്സയുടെ പാതയിലോട്ട് കൂട്ടിക്കൊണ്ടു പോകേണ്ടത് ഏതൊരാളുടെയും ഒരു കടമയാണെന്ന് തന്നെയാണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകളും ഉണ്ട്. പലപ്പോഴും ഈ ഡിപ്രഷന്റെ ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. അതായത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആളുകളിൽ അനുഭവപ്പെടാം, ക്ഷീണവും വെയിറ്റ് കുറയലും അങ്ങനെയുള്ള പല തരത്തിലുള്ള സിംറ്റംസും ഉണ്ടാവാം, ലക്ഷണങ്ങളും ഒരാളിൽ കാണപ്പെടാം. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഒരാളിൽ കാണുന്നു എന്ന് തോന്നുമ്പോൾ നിനക്ക് ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞ ഡോക്ടറെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. അയാൾക്ക് അത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു ഫ്രീഡം നിങ്ങൾ അയാൾക്ക് കൊടുക്കണം. ഒരു നല്ലൊരു സുഹൃത്തായി ഏതൊരാളും ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാളുടെ കൂടെ നിൽക്കണം. ഇപ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടാവാം. ഒന്ന് മരുന്നുകൾ കൊണ്ടുള്ള ട്രീറ്റ്മെന്റും ഒന്ന് മരുന്നുകൾ ഇല്ലാതെയുള്ള ട്രീറ്റ്മെന്റും. മരുന്നുകൾ ഇല്ലാതെ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു ഇന്റർപേഴ്സണൽ തെറാപ്പി അല്ലെങ്കിൽ ഒരു കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇത് കംപ്ലീറ്റ്ലി തെറാപ്പിസ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ആ ഒരു പെർട്ടിക്കുലർ ട്രീറ്റ്മെന്റ്. കേൾക്കുക, പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരാളുള്ളത് ഏതൊരാൾക്കും വലിയൊരു ആശ്വാസമായിരിക്കും. ഏതൊരു സമയവും അല്ലെങ്കിൽ ഏതൊരു സമയത്തും നമ്മളെ വിളിച്ചാൽ കേൾക്കാൻ ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇത്തരം രോഗികൾക്കും
പൊതുവേ ഉള്ളവർക്ക് വരെ അത് സന്തോഷമാണ്. അപ്പൊ ഇത്തരത്തിലുള്ളവർക്ക് അത് അതിലേറെ സന്തോഷമായിരിക്കും. അപ്പൊ അവരെ കേൾക്കാൻ തയ്യാറുള്ള ഒരു നല്ല ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് അവർ എന്തായാലും ചികിത്സ തേടി പോകണം. പിന്നെയുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് മരുന്നുകളാണ്. മരുന്നുകൾ എന്ന് പറയുന്നത് ആന്റി ഡിപ്രസന്റ് ഡ്രഗ്സ് ആണ്. പൊതുവെ ഡിപ്രഷൻ ഉള്ള രോഗികളിൽ സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഹോർമോൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള സെറട്ടോണിൻ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ വസ്തു നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു രാസവസ്തുവിന്റെ അളവ് പൊതുവെ കുറവായിരിക്കും ഡിപ്രഷൻ ഉള്ളവരിൽ. അതേപോലെ തന്നെ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഹോർമോൺ ഉണ്ട്, അതും കുറവായിരിക്കും. ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ അഡ്രിനാലിൻ എന്ന് പറയുന്ന നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന അഡ്രിനാലിന്റെ ഒരു ഘടകമാണ്. അത് കെമിസ്ട്രി പഠിച്ചവർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ബയോളജി പഠിച്ചവർക്ക് അതിന്റെ ഇത് മനസ്സിലാവുമായിരിക്കും. ആ ഒരു അഡ്രിനാലിൻ എന്ന് പറയുന്ന ആ ഒരു രാസവസ്തു, ആ ഒരു പർട്ടിക്കുലർ നമ്മുടെ ശരീരത്തിലെ ആ ഒരു കെമിക്കൽ, അതിന്റെ അളവും കുറവായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള അളവുകളെ കൂട്ടുക എന്നതാണ് ഈ പർട്ടിക്കുലർ ട്രീറ്റ്മെന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളെ കൂട്ടണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആന്റി ഡിപ്രസന്റ് ആയിട്ടുള്ള ഡ്രഗ്സ് നമ്മൾ കൊടുക്കുന്നു. ഇത് കൂട്ടാനുള്ളതല്ല, പൊതുവെ അത്തരത്തിലുള്ള ഇത് ഇങ്ങനെ, അതായത് ആ ഒരു പർട്ടിക്കുലർ സെറട്ടോണിൻ ആയാലും ശരി, അഡ്രിനാലിൻ ആയാലും ശരി, അല്ലെങ്കിൽ മറ്റേതൊരു തരത്തിലുള്ള ഒരു ഹോർമോൺ ആണ് ഡോപ്പമൈൻ ആയാലും, അത് കുറവാണെങ്കിൽ അത് പൊതുവെ ഈ നമ്മുടെ ഈ നരവുകളുടെ തറ്റത്തുള്ള ചെറിയ ഒരു ഗ്യാപ്പുകളുണ്ട്. ആ ഗ്യാപ്പുകളിൽ വന്നിത് വെറുതെ നിൽക്കുമ്പോൾ അത് തനിയെ റീഅബ്സോർബ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ആ റീഅബ്സോർപ്ഷനെ തടയുന്ന തരത്തിലുള്ള മരുന്നുകളാണ് ആന്റി ഡിപ്രസൻസ് ചെയ്യുന്നത്. ഇതല്ലാതെ തന്നെ മറ്റ് പല ട്രീറ്റ്മെന്റും വേറെയുണ്ട്. ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രോഗിയിലേക്ക് ഒരു കറണ്ട്, അയാളെ രോഗീനെ മയക്കി കിടത്തിയിരിക്കുകയായിരിക്കും. അയാള് വിൽ ബി അണ്ടർ അനസ്തേഷ്യ, ആ ഒരു സമയത്ത് ഈ ഒരു കറണ്ട് ഇയാളുടെ തലച്ചോറിലൂടെ കയറ്റി വിടുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഹോർമോൺസ് കൂടുന്നതായിരിക്കാം. ഇതിന്റെ പ്രത്യേകതരം ഇത് എന്ത് തരത്തിലാണ് ഇത് ഉപകരിക്കുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് 50% രോഗാവസ്ഥയെ മാറ്റാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടാറുണ്ട്. അതേപോലെ തന്നെ മറ്റു തരത്തിലുള്ള വേറെ ഇൻട്രാക്രേനിയൽ മാഗ്നറ്റിക് തെറാപ്പി, അങ്ങനെയുള്ള ചില തിയറികളുണ്ട്. അങ്ങനെയുള്ള ചില രോഗപ്രതിവിധികളാണ് നമ്മൾ ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഹോമിയോപ്പതിയിൽ ഡിപ്രഷനിലുള്ള ട്രീറ്റ്മെന്റുകളുണ്ട്. നമ്മൾ ഹോമിയോപ്പതിയിൽ ചികിത്സിക്കുന്നത് എന്ന് പറയുന്നത് രോഗലക്ഷണങ്ങൾ വെച്ചിട്ടാണ്. അതായത് രോഗിയെയല്ല, നമ്മൾ രോഗലക്ഷണങ്ങളെയാണ്, രോഗിയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. രോഗലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ രോഗിയെ ചികിത്സിക്കുന്നത്. നമ്മൾക്കൊരിക്കലും ഒരു രോഗാവസ്ഥയെയല്ല നമ്മൾ ചികിത്സിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് ഹോമിയോപ്പതിയിൽ നമ്മൾ ഇതിനുള്ള മരുന്നുകൾ കൊടുക്കാറുള്ളത്. പലപ്പോഴും ഈ ഒരു ഡിപ്രഷൻ നമ്മൾക്ക് ഏറ്റവും അധികം ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, വളരെയധികം പഠിച്ചവരും ഉന്നത സ്ഥിതിയിലെത്തുന്നവരും കയ്യിൽ ഒരുപാട് പൈസയൊക്കെ ഉള്ളവരുടെയും കയ്യിലായത് കൊണ്ട് തന്നെ ഇത് പണക്കാരുടെ രോഗമാണ് എന്നൊരു പറച്ചിലുണ്ട്. പാവപ്പെട്ടവന് ഇതൊന്നും ചിന്തിക്കാൻ സമയമില്ല, അവന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ജീവിതമാണ്. അങ്ങനെയല്ല, ഈ ഒരു അവസ്ഥ ആർക്കും വരാം. പണക്കാരനോ പാവപ്പെട്ടവനോ എന്ന് നോക്കിയിട്ട് ഒരിക്കലും രോഗം വരാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രോഗം തനിക്കുണ്ട്, അല്ലെങ്കിൽ താൻ ഈ ഒരു പ്രശ്നത്തിലാണ് എന്ന് തുറന്നു പറയുന്നവരെ ഇത്തരത്തിലുള്ള ചില വാക്കുകളിലൂടെ നമ്മൾ കുത്തി നോവിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരോട് ഇത്തരത്തിലുള്ള സംസാരം, നിങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നത് എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള രോഗാവസ്ഥയിലുള്ളവർക്ക് തുറന്നു പറയാനുള്ള ഒരു അവസരം നിഷേധിക്കപ്പെടലാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഒരിക്കലും ഒരാളെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. വളരെ കൂളായി തന്നെ നമ്മൾക്ക് ഇവരോടൊക്കെ സംസാരിക്കാം. ഇവരും നമ്മളോട് അതേപോലെ തന്നെ സംസാരിക്കും. ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു രോഗം ഉള്ളവർ ഒരു അവര് അപകടകാരികളോ അല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടിപ്പിക്കുന്നവരായിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. അവർ അപകടകാരികളാവാം എപ്പോൾ അവരെ നമ്മൾ അവരുടെ പ്രൈവറ്റ് സ്പേസിൽ കടന്ന്
അവരെ നമ്മൾ ജഡ്ജ് ചെയ്ത് അവരെ നമ്മൾ കളിയാക്കി ജീവിക്കാനുള്ള അവകാശം നമ്മൾ അവരിൽ നിഷേധിക്കപ്പെടുമ്പോൾ ഉറപ്പായിട്ടും അവർ പ്രതികരിക്കും. ഡിപ്രഷൻ മറ്റ് വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രസവം കഴിഞ്ഞ അമ്മമാരിലാണ്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണമായിട്ടുള്ള രോഗാവസ്ഥയാണ്. അത് തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, തന്നെ ആർക്കും വേണ്ട എന്നൊരു തരത്തിലുള്ള ചിന്ത കൂടി വരുമ്പോൾ അറിയാതെ ഏതൊരു ദുർബല നിമിഷത്തിൽ മക്കളെ കൊന്ന അമ്മമാരെ വരെ നമ്മൾ കാണുന്നു. അവരെ തെറ്റുകാരായിട്ട് നമ്മൾ മുദ്ര കുത്തുന്നു. ഇവളൊക്കെ ഒരു അമ്മയാണോ, ഇവള് പ്രസവിച്ച കുഞ്ഞിനെയല്ലേ ഇവള് കൊന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ ചിന്തിക്കണം, ആ ഒരു രോഗാവസ്ഥ നമുക്കാണ് വരുന്നതെങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ആണ് ആ ഒരു സംഭവം വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കുറ്റപ്പെടുത്താൻ സാധിക്കും. എനിക്കറിയുന്ന അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്ന് നിങ്ങൾ പറയില്ലേ? അതുപോലെ തന്നെയാണ് ഓരോരോ വ്യക്തി. അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരാളെയും കൊല്ലുന്നതോ ജീവൻ എടുക്കുന്നതോ ഒന്നും ശരിയല്ല. പക്ഷേ ആ ഒരു അവസ്ഥയെ, ആ ഒരു രോഗാവസ്ഥയെ കുറ്റപ്പെടുത്താം, പക്ഷേ രോഗിയെ കുറ്റപ്പെടുത്തരുത്. ഏതൊരു മനുഷ്യനും അവരുടെ ലൈഫിൽ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അടിതെറ്റിപ്പോകും. കുറേ കാലം കൂടിയിട്ടുള്ള ചില പ്രശ്നങ്ങൾ മനസ്സിൽ നിന്ന് അറിയാതെ പൊട്ടിത്തെറിച്ചു പോകും. അതൊരിക്കലും അയാളിലെ ഒരു കുറ്റമായിട്ട് കാണാതെ അയാളുടെ അവസ്ഥയായിട്ട് കണ്ടിട്ട് അയാൾക്ക് സഹായിക്കാൻ ശ്രമിക്കുക, കൂടെ നിൽക്കുക, ഒരിക്കലും അയാളെ കുത്തി നോവിക്കാതിരിക്കുക. നല്ല ഒരു, അതായത് ഇപ്പോഴുള്ള തലമുറയിലുള്ള പലരുടെയും, ഞാൻ അടക്കമുള്ള പലരുടെയും ചിലപ്പോൾ മാനസികാരോഗ്യം ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്ന ഒരു സമയമാണിത്. എവിടെ നോക്കിയാലും നമുക്ക് ആത്മഹത്യ, റാങ്ക് കിട്ടിയ ആൾക്കാർ വരെ ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടമാണിത്. എന്തിനാണത്? ചിന്തിച്ചു നോക്കാം. നമ്മുടെ മാനസികാരോഗ്യം എത്രത്തോളം മുന്നോട്ടേക്കാണ്, അല്ല കാലം ചെല്ലും തോറും നമ്മൾ പിന്നിലോട്ടാണോ സഞ്ചരിക്കുന്നതെന്ന് നമുക്കറിയില്ല. സോ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോവുക, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, കിട്ടിയ നല്ല ജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കുക. നന്ദി.